വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു പെർഫെക്റ്റ് പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നതാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒട്ടും എഫേർട്ട് എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പിന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു നിങ്ങളുടെ അളവിനനുസരിച്ച് ചെറിയ പൂരിയാണ് ചുടുന്നതെങ്കിൽ ചെറുതാക്കിയിട്ട് ബൗൾ ചെയ്യുക. കുറച്ച് വലുതാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി വലുപ്പത്തിൽ നിങ്ങൾ ബൗൾ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പ്രസ്സർ ഉണ്ടെങ്കിൽ പ്രസ്സറിൽ പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് റൗണ്ട് കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ട് വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഷേപ്പ് വന്നില്ല വെച്ചെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളത് പരത്തുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി, റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്തുള്ള സൈഡൊക്കെ എടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്കൊരു ന്യൂസ് പേപ്പറിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ എപ്പോഴും തന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പൊടി യൂസ് ചെയ്തിട്ട് ഇതിനെ പരത്താതിരിക്കുക. പൊടിയേക്കാളും നല്ലത് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യണതാണ്. ഒരുപാട് വേണ്ട, ജസ്റ്റ് കുറച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൂരിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, അത് പൊടിയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഒരു പ്രശ്നമില്ല, അവിടെ ഒട്ടിപ്പിടിക്കണോ ഒന്നുമില്ല. ഒരു ചെറുതായിട്ട് കുറച്ചൊരു എണ്ണ മാത്രമേ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കനം കുറച്ച് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരുള്ളൂ പൂരി. ഓക്കെ, അല്ലാണ്ട് കുറച്ച് കട്ടിയായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഓക്കെ, ഇനി നമുക്കൊരു പാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മളുടെ ഓരോ പൂരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. കണ്ടില്ലേ? എണ്ണ നന്നായി ചൂടായി. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ പൂരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുത്തേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ അതിങ്ങനെ പൊങ്ങി വരും, കൊള്ളമായിട്ട് വന്നോളും. കേട്ടോ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പൂരി ഉണ്ടാക്കാൻ. ഒരുപാട് പേർക്ക് പൂരിയൊന്നും ഉണ്ടാക്കാറില്ല. എനിക്ക് ഫസ്റ്റ് വന്ന ടൈമിൽ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുഴച്ചിട്ടുണ്ട്, പാലൊഴിച്ച് കുഴച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒന്നും ചെയ്യുമ്പോൾ ഇതുമാതിരി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് പച്ചവെള്ളത്തിൽ ഉപ്പും നമ്മുടെ ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉരുട്ടി അതിന് ശേഷം അപ്പം തന്നെ പരത്തിയെടുത്തു കഴിഞ്ഞാലും ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ 1 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല. കണ്ടില്ലേ? ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കണേക്കാട്ടിലും നല്ലത് ചുട്ടിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ പപ്പടക്കമ്പിയാണത്, പപ്പടക്കമ്പിയിൽ നമ്മളിങ്ങനെ പൂരി ഓരോന്ന് കോർത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഓയിലൊക്കെ പോയി കിട്ടും. പൂരിയിൽ ഒരുപാട് ഓയിൽ ഉണ്ടാവില്ല. ഇല്ലെച്ചെങ്കിൽ നമ്മളതിനെ ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് അതിലൊക്കെ ഓയിൽ എടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ് ഇങ്ങനെ പൂരി ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. Bye bye. Thank you for watching my video.